ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ 3 കിലോ വാട്ടിന്റെയും 4.35 കിലോ വാട്ടിന്റെയും 2 പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രസ്യൂമറാണ്. ഒരു കർഷക കുടുംബത്തിൽ പിറന്ന ഞാൻ സർക്കാർ ജീവനക്കാരനായതോടെ പട്ടണവാസിയാകുവാൻ നിർബന്ധിതനായി. സ്വന്തമായി കൃഷി ചെയ്തിരുന്ന എനിക്ക് ഒരു പച്ചമുളക് പോലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറേണ്ടി വന്നു. അപ്പോഴും ഒരു പ്രകൃതി സൗഹൃദ ഹരിതഭവനം എന്ന ആശയത്തെ ഞാൻ മുറുക്കി പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് പുരപ്പുറ സോളാർ പദ്ധതിയിലേക്ക് ആകർഷണനായത്. ഇപ്പോൾ ഞാൻ സീനിയർ സിറ്റിസണും പെൻഷനറുമാണ്. ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുന്നതിനായി കാർബൺ എമിഷൻ കുറച്ചുകൊണ്ടുവരിക എന്നത് വളരെ അത്യാവശ്യമാണ്. അതിലേക്കായി ലോകം മുഴുവൻ റിന്യൂവബിൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ സോളാർ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതിലേക്കായി സബ്സിഡി പോലും നൽകിക്കൊണ്ട് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് ഇപ്പോഴും തുടരുകയാണല്ലോ. നിലവിലുള്ള നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിനായി KSCRC പുറപ്പെടുവിച്ചിട്ടുള്ള കരട് നിയമാവലിയിലെ വ്യവസ്ഥകൾ എന്നെപ്പോലെയുള്ള പ്രസ്യൂമേഴ്സിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ആകയാൽ കരട് നിയമാവലിയിൽ താഴെ പറയുന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. 10 കിലോ വാട്ട് വരെ സ്ഥാപിതശേഷിയുള്ള പ്ലാന്റ് വെച്ചിട്ടുള്ളവർക്കും പുതിയതായി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് രീതി തുടരണം. ഇവർക്ക് നെറ്റ് ബില്ലിംഗ്, ഗ്രോസ് മീറ്ററിംഗ് എന്നിവ ബാധകമാക്കരുത്. ഒരു പ്രസ്യൂമർ എന്ന നിലയ്ക്ക് ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ബാങ്ക്ഡ് യൂണിറ്റ്സ് എപ്പോൾ സറണ്ടർ ചെയ്ത് എൻകാഷ് ചെയ്യണമെന്നത് തീരുമാനിക്കാനുള്ള അവകാശം ഒരു കൺസ്യൂമർ എന്ന നിലയ്ക്ക് അനുവദിച്ചു തരണം. കരട് നിയമത്തിൽ പറയുന്ന മന്ത്ലി സെറ്റിൽമെന്റ് ഉപേക്ഷിക്കണം. കുറഞ്ഞപക്ഷം മുൻപുണ്ടായിരുന്നതുപോലെ ബാങ്ക്ഡ് യൂണിറ്റ്സ് സെപ്റ്റംബർ 30 വരെ കൈവശം വയ്ക്കാൻ അനുവദിക്കണം. നെറ്റ് മീറ്ററിംഗ് 1000 കിലോ വാട്ടിൽ നിന്ന് 3 കിലോ വാട്ടിലേക്ക് ഒറ്റയടിക്ക് കുറയ്ക്കാനുള്ള നിർദ്ദേശം പിൻവലിക്കണം. പകരം വരുന്ന 5 വർഷം കൊണ്ട് പടിപടിയായി കുറച്ച് 10 കിലോ വാട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഉചിതം. 10 കിലോ വാട്ട് വരെ നിലവിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളവരെയും പുതിയതായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നവരെയും 2 തരത്തിൽ വേർതിരിച്ചു കാണിക്കുന്ന ഒരു നിയമവും പുതുതായി കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആ നിയമം ഭാവിയിൽ കോടതിയിൽ ചോദ്യം ചെയ്യാനിടയാവുന്നതും അത് എന്നെ പോലെയുള്ളവരെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഞാൻ ശങ്കിക്കുന്നു. ഞാൻ ഉൽപ്പാദിപ്പിച്ച് ഞാൻ സ്വന്തമായി ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും ഫിക്സഡ് ചാർജ് ഈടാക്കാനുള്ള വ്യവസ്ഥ ഒഴിവാക്കണം. ഗ്രിഡിലേക്ക് നൽകുന്ന ഓരോ യൂണിറ്റിനും ₹1 നിരക്കിൽ ഗ്രിഡ് സപ്പോർട്ടിംഗ് ചാർജ് നൽകണമെന്ന നിർദ്ദേശം ഉപേക്ഷിക്കണം. ഒരുമ സോഫ്റ്റ്വെയർ യൂസർ ഫ്രണ്ട്ലി അല്ല. സോളാർ വെച്ചിട്ടുള്ള കണക്ഷനുകൾ തമ്മിൽ വീലിംഗ് നടത്താൻ നിലവിലുള്ള സോഫ്റ്റ്വെയർ സാധിക്കുന്നില്ല. നിലവിൽ മാനുവലായാണ് ചെയ്യുന്നത്. ഇതിനായി KSCB ഓഫീസ് സ്റ്റാഫിന്റെ കാരുണ്യത്തിനായി കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് ഞാൻ. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ വീലിംഗ് യഥാസമയം നടത്തി കിട്ടിയില്ല. ജൂൺ മാസത്തെ വീലിംഗ് നാളിതുവരെയായി ചെയ്തു കിട്ടിയിട്ടില്ല. യഥാസമയം സേവനം നൽകാതെ വീഴ്ച വരുത്തുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾക്കുള്ള വ്യവസ്ഥയും നിയമത്തിൽ ഉൾപ്പെടുത്തണം. ബാങ്ക്ഡ് യൂണിറ്റ്സിന് ന്യായമായ വില നിശ്ചയിച്ചു നൽകണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബാങ്ക്ഡ് യൂണിറ്റ്സിന് 4.34 രൂപയ്ക്ക് അർഹതയുണ്ടായിരിക്കെ 3.26 രൂപ അനുവദിച്ച കമ്മീഷൻ നടപടി നിഷേധാർഹമാണ്. 5 കിലോ വാട്ട് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവർ 30% ബാറ്ററി സ്റ്റോറേജും ഏർപ്പെടുത്തണമെന്ന പുതിയ വ്യവസ്ഥ ഒഴിവാക്കണം. ബാങ്ക്ഡ് യൂണിറ്റ്സ് രാത്രി ഉപയോഗിക്കുമ്പോൾ പ്രസ്യൂമേഴ്സിന് നഷ്ടമുണ്ടാകുന്ന തരത്തിലുള്ള വ്യവസ്ഥകൾ ഒഴിവാക്കണം. നിലവിലുള്ള ചെറിയ പ്ലാന്റുകളുടെ ശേഷി 5 കിലോ വാട്ട് വരെ ഉയർത്തുന്നതിന് നിയന്ത്രണങ്ങളില്ലാതെ അനുമതി നൽകണം. സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നവർ മുഴുവനും പണക്കാരാണെന്നുള്ള മുൻവിധിയോടെ കമ്മീഷന്റെ തുനിയരുത്. മഴക്കാലത്തുണ്ടാവുന്ന ഉൽപാദനക്കുറവ് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പലരും കൂടിയ സ്ഥാപിത ശേഷിയുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്ന യാഥാർത്ഥ്യം കമ്മീഷൻ മനസ്സിലാക്കണം. 10 കിലോ വാട്ട് വരെ ഉള്ള ഗാർഹിക ഉപഭോക്താക്കളായി കണക്കാക്കിക്കൊണ്ട് അവരെ സഹായിക്കുന്ന വിധത്തിൽ പരമാവധി ഇളവുകൾ നിയമത്തിൽ കൊണ്ടുവരേണ്ടതാണ്. പുതിയ നിയമം അതുപോലെ നടപ്പാക്കാനിടയായാൽ സോളാർ വയ്ക്കുന്നവരുടെ എണ്ണം ഭാവിയിൽ വലിയ തോതിൽ കുറയും. ഇതുമൂലം റിന്യൂവബിൾ എനർജിയുടെ പ്രൊഡക്ഷനും വർധനവ് ഉണ്ടാവുകയില്ല.
താങ്ക് യു സർ.